ശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. എല്ലാ വീടുകളിലും വളരെ സജീവമാകണം നമ്മുടെ വീടുകളൊക്കെയും. ചെറിയ മക്കൾക്ക് ഒരു വലിയ പാഠമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ഉപ്പമാരും നമ്മുടെ ഉമ്മമാരുമൊക്കെ നമുക്ക് പഠിപ്പിച്ചതാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. നമ്മുടെ വീടുകളിലൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു പ്രത്യേകമായൊരു ആവേശം. എല്ലാ ദിവസവും മധുര പാനീയം, പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുക. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ഒരു മാസക്കാലം വീട്ടിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു മാസമായിരിക്കണം. മറ്റുള്ള മാസങ്ങളെ പോലെ അല്ല റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ കാണേണ്ടത്. 30 ദിവസവും വീടുകളിൽ എന്തെങ്കിലും ഒരു പുതിയ മധുരം, ഒന്നെങ്കിൽ ഒരു ദിവസം പായസമാണെങ്കിൽ പിറ്റേ ദിവസം വേറെന്തെങ്കിലും, അങ്ങനെ മാറി മാറി എല്ലാ ദിവസവും ഒരു മധുരം. കുറേ വേണമെന്നില്ല, കുറച്ച് ഒരു ബർക്കത്തിന്. അപ്പോൾ അതോടൊപ്പം ഒരു മൗലിദ് നമ്മുടെ വീടുകളിലൊക്കെ പാരായണം ചെയ്യണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളില്ല കൽബിൽ റബീഉൽ അവ്വൽ വരുമ്പോൾ എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തിരുന്നു, എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്കും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. ഹുബ്ബ് കൽബിൽ എല്ലാവർക്കും ഉണ്ട്, ഹുബ്ബില്ലാത്ത ആരുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ വന്ന് മോശമാക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ മോശമാക്കുന്നെന്ന് കേട്ടാൽ അയാളോട് നമുക്ക് ഇഷ്ടമുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മുടെ കൽബിൽ ഹുബ്ബുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ല. എന്നാൽ ആ മഹബ്ബത്ത് കൽബിലുണ്ട്. അത് പ്രകടിപ്പിക്കൽ എങ്ങനെയാണ്? അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, മദ്ഹ് ചൊല്ലുക, ആ സദസ്സുകൾ നമ്മുടെ വീടുകളിൽ സംഘടിപ്പിക്കുക, ആ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും മഹബ്ബത്തും കൊണ്ടു നടക്കുക. അങ്ങനെ ആ ഒരു മഹബ്ബത്തിൻ്റെ പ്രകടനം അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. അങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ തൂക്കുന്നത്. മഹബ്ബത്തിൻ്റെ ഒരു പ്രകടനമാണ്. ആ റബീഉൽ അവ്വൽ വരുമ്പോൾ നല്ല ലൈറ്റുകളൊക്കെ മിന്നിപ്പിച്ച് വീടുകളൊക്കെ ഒരു പ്രത്യേകമായൊരു അലങ്കാരം. സ്വർഗത്തിലെത്തിയാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതി വച്ചിട്ടുണ്ടത്രേ. മഹാനായ സയ്യിദുനാ അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വർഗം കണ്ട നേതാവാണ്, സ്വർഗം കണ്ട പ്രവാചകനാണ്. അവിടുന്ന് സ്വർഗം നന്നായി കണ്ടു. സ്വർഗത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും സഞ്ചരിച്ച് യാത്ര ചെയ്തു. കുറേ കാലം സ്വർഗത്തിൽ ജീവിച്ചത് കൊണ്ട് സ്വർഗം എങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഏറ്റവും നന്നായി സ്വർഗം കണ്ട മഹാനാണ് സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. എല്ലാ സ്ഥലത്തൂടെയും സന്ദർശിച്ചു. സ്വർഗത്തിൻ്റെ എല്ലാ ആനന്ദങ്ങളും കണ്ടു. എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അവസാനം മരിക്കാൻ വേണ്ടി, വഫാത്താകാൻ വേണ്ടി കിടക്കുമ്പോൾ മകനായ ഷീസ് നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. മോനെ ഷീസേ, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. വല്ലാത്തൊരു ആനന്ദമുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ പരമ്പര വരെയും കാത്തു സൂക്ഷിക്കാൻ ആ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിറാസത്ത്, അതിന് യാതൊരു കോട്ടവും വരുത്തരുത് എന്ന് മകനോട് ഉപദേശിക്കുകയാണ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, മോനെ സ്വർഗത്തിൽ ഞാനിങ്ങനെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ത് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിന് ഒരുപാട് മരങ്ങളുണ്ട്. സിദ്റത്തുൽ മുൻതഹ സ്വർഗത്തിലൊരു മരമാണ്. അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് സ്വർഗത്തിൽ. നല്ല കാണാൻ അഴകുള്ള മരങ്ങളാണ്. ആ മരങ്ങളുടെ ഇലകളിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ഇലയുടെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരങ്ങൾക്ക് കുറേ വള്ളികളുണ്ട്. ആ വള്ളികൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ, എപ്പോഴാണിത് പറയണത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ലോകത്തേക്ക് വരാനുണ്ട് എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം മോനോട് പറയാൻ, ആ വള്ളികൾ ഞാനിങ്ങനെ പരിധി നോക്കിയപ്പോൾ ആ വള്ളികളിലും എഴുതി വച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരത്തിന് കുറേ തണ്ടുകളുണ്ട്, ശിഖിരങ്ങൾ. അതിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ
ആ തണ്ടുകളിലും എഴുതി വച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പ്രകാശത്താൽ മിന്നിക്കളിക്കുന്ന, കാണാൻ അഴകുള്ള ആ വല്ലാത്തൊരു സന്തോഷം. എന്തായിരിക്കും ആ മരം, എന്തായിരിക്കും ആ സ്വർഗം? എവിടെ നോക്കിയാലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയുണ്ടാവും ആ സ്വർഗത്തിന്. മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് കാണാനും അവിടെ ഒരുമിച്ച് കൂടാനും അവിടെ വെച്ച് സന്തോഷം പങ്കിടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ നല്ല അലങ്കാരമുള്ള വീടുകളാവണം, നല്ല ലൈറ്റുകൾ സ്ഥാപിക്കണം. ഞാനിങ്ങനെ വയനാടേക്ക് പോയി. വയനാട് പോയപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യന്മാർ, ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ രംഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. 30 അടി മുകളിലാണ് വെള്ളെത്തിയത്. അഥവാ ഭൂമിയിൽ നിന്ന് ഒരു 30 ആൾ നിന്നാൽ എത്ര ദൂരമുണ്ട് അത്ര മുകളിലേക്കാണ് വെള്ളെത്തിയത്. അത്രയും മുകളിൽ വെള്ളം വന്നിട്ട് പള്ളിയും പള്ളിൻ്റെ മുകളിലുള്ള എല്ലാം അടിച്ചു പെറുക്കി അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അള്ളാഹ് രംഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു അദാബ് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ, അങ്ങനെ ഒരു മുസീബത്ത് ഞങ്ങൾക്ക് നീ തരല്ല അള്ളാഹ്. അങ്ങനെ ഒരു നാട്, 7 നാട് അങ്ങനെ തന്നെ ഇല്ലാണ്ടായി. 7 നാട് അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോയി. ആ 100 കണക്കിന് വീടുകൾ, 400 ആളുകളുടെ മയ്യത്താണ് കിട്ടിയത്. ഇനിയും 500ഓളം ആളുകളെ മയ്യത്തുകൾ കിട്ടാനുണ്ട്. ഇതൊക്കെ ഭൂമിൻ്റെ അടിയിലാണ്. ഇപ്പോഴും അവരെ മയ്യത്ത് കിട്ടിയിട്ടില്ല. എന്തായി എന്ന് അള്ളാഹു ആലം. ഏതായിരുന്നാലും മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഗുണമാണ്. അങ്ങനെയാണല്ലോ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മുസീബത്തിലാണ് മരണപ്പെട്ടത്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിലാണ് മരണപ്പെട്ടത്, ശത്രുക്കളുടെ വെട്ടേറ്റാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ആക്രമണത്തിനാണ് മരണപ്പെട്ടത്. അതിൻ്റെ ഒരു കൂലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ ശത്രുവിൻ്റെ വെട്ടേറ്റ് കൊണ്ടാണ് മരണപ്പെട്ടത്. അവിടത്തേക്കും ആ ഗുണം ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടു എന്നതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ നമ്മൾ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ ഖബറിൽ കിടക്കുന്ന കാലത്തോളം അതിൻ്റെ ഗുണം ഖബറിൽ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഖബറിലായാലും ഇനി ഖബറിലല്ലെങ്കിലും ഭൂമിൻ്റെ അടിയിലായാലും എവിടെയായാലും അവർക്ക് അള്ളാഹു കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിൽ നമുക്ക് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിങ്ങനെ വിഷമമുണ്ടാവും, അള്ളാഹ് എന്തായി, എവിടെ, മയ്യത്ത് ഖബറെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. മദനീയം ഒരു 100 വീടിനുള്ള സ്ഥലമെടുക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് അതിനുള്ള സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റെഡിയാവണം. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, സയ്യിദുന മഹാനായ ഹംസക്കോയ തങ്ങളുപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് 1-ാം തീയതി ഞാനവിടെ സ്ഥലം നോക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല അനുകൂലമായ സ്ഥലം വില കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ, നീ എത്തിച്ചു തരണേ അള്ളാഹ്. അതിൻ്റെ എല്ലാ വഴികളും നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണേ അള്ളാഹ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ, അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ വയനാട് കുറേ ആൾ മരിച്ചത് കൊണ്ട് കുറേ ആൾ പറയും നബിദിനം ആഘോഷിക്കേണ്ടതാണ്. അങ്ങനെയൊന്നുമില്ല. കുറേ ആൾ വയനാട് മരിച്ചത് കൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പാടില്ല എന്നാ അങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ട്. അത് തനിച്ച വിവരക്കേടാണ്. കാരണം മദ്ഹ് പറയുമ്പോഴാണ് ഈ ബലാ മുസീബത്തൊക്കെ നീങ്ങുക. അതൊക്കെ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉഷാറായിട്ട് നബിദിനം ആഘോഷിക്കുകയാണ് വേണ്ടത്. ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും യാതൊരു കുറവും വരുത്തണ്ട. നമ്മളൊക്കെ നല്ല റാഹത്തിൽ അതിനു വേണ്ടി രംഗത്തിറങ്ങണം. നമ്മുടെ നാടുകളിൽ സജീവമായി മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയണം, ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്കതിൻ്റെ വഴികൾ തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അടുത്ത സ്വലാത്ത് റബീഉൽ അവ്വലിൻ്റെ സ്വലാത്താണ് അല്ലേ? 25-നല്ലേ നടക്കണേ? ഒരു പെണ്ണുങ്ങൾ എല്ലാ മാസവും 1000 തരുന്ന ഒരു പെണ്ണുങ്ങൾ 500, അവരുടെ മകള് ഗർഭിണിയാണ്. പ്രസവിക്കാൻ വേണ്ടി അള്ളാഹുവെ നല്ല റാഹത്തുള്ള സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ.
ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാഹ്, ഒരു പ്രയാസവും നീ നൽകല്ലേ റഹ്മാന്. ദിക്റുകളും സ്വലാത്തുകളൊക്കെ വലിയ ഫലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മദനിയത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു, ഉസ്താദെ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലാണ്, 9 വർഷത്തിന് ശേഷമാണ് പ്രസവിക്കുന്നത്. 1ാമത്തെ പ്രസവം ഓപ്പറേഷനാണ്, ഇത് 2ാമത്തെ പ്രസവമാണ്. 9 വർഷത്തിന് ശേഷം ഡോക്ടർമാർ നിർബന്ധമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയണം. അപ്പം ഞാൻ മദനീയത്തിലായതുകൊണ്ട് ഞാൻ പറഞ്ഞ് മദനീയം കഴിയട്ടെ, മദനീയം കഴിയുന്നവരെ കാത്തുക്ക്, നിങ്ങളെല്ലാവരും മദനീയം കേട്ട് ദിക്റ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ ദിക്റ് ചൊല്ലി 9:30 മണിയാകുമ്പോഴേക്കും മദനീയം തീരുമ്പോഴേക്കും അൽഹംദുലില്ലാ ഗർഭപാത്രം വികസിച്ചു. നല്ല റാഹത്തിൽ 9:30 മണി 10 മണിയായപ്പോഴേക്ക് സുഖമായിട്ട് പ്രസവിച്ചു. അവരൊക്കെ തന്നെ വലിയ ഡോക്ടർക്ക് തന്നെ വലിയ അത്ഭുതമായി. അപ്പോൾ അത് കണ്ടിട്ട് ഒരു സലഫിയായ ഒരു സഹോദരി, സലഫി എന്ന് പറഞ്ഞാൽ ഭർത്താവ് സലഫിയാണ്, അപ്പോൾ അവർക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും വലിയ അത്ഭുതമായി. അവർ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയതാണ്. അപ്പോൾ അവരും പറഞ്ഞു ഉസ്താദിനോട് മദനീയം ദ്വാരക്കാൻ പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മദനീയം കേട്ടിട്ട് ആ ദിക്റിങ്ങനെ ചൊല്ലിയിട്ട് അവരോടും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ്, അങ്ങനെ അവരും അൽഹംദുലില്ലാ ഡോക്ടർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞ് സമയത്ത് അവർ അരമണിക്കൂർ കഴിഞ്ഞ് അവർ സുഖമായി പ്രസവിച്ചു എന്നറിഞ്ഞു. പിന്നീട് അതേപോലെ തന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ 3ാമത്തെ ഒരു സഹോദരി, ഇതൊക്കെ ഇങ്ങനെ അവർ കാണുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞ് ഇനി അരമണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ എന്തോ ഇങ്ങനെ ഒരു വഴിയിൽ ഒരു തടസ്സത്തിൽ കുടുങ്ങി. ഓപ്പറേഷൻ്റെ സമയമായപ്പോൾ ഡോക്ടർ എത്തിയില്ല. ആ സമയമായപ്പോഴേക്ക് ഓപ്പറേഷൻ്റെ സമയമായപ്പോഴേക്ക് ഈ സഹോദരി സുഖമായിട്ട് പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ദിക്റും സ്വലാത്തും ഒക്കെ നമുക്ക് എന്തിനും വലിയ പരിഹാരമാണ്. അള്ളാഹു നമുക്കതിനുള്ള വലിയ പരിഹാരം തരട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അടുത്ത മാസത്തെ മജ്ലിസ് റബീഉൽ അവ്വലിൻ്റെ മജ്ലിസാണ്. അതുകൊണ്ട് നമുക്ക് ഉഷാറായി നടത്തണം. അതുകൊണ്ട് അരി ഇറച്ചിയൊക്കെ വേണം. ഉസ്മാൻ